കഴിഞ്ഞ 2-3 ദിവസങ്ങളായി കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഒപ്പം തന്നെ CPM-ഉം BJP-യും വലിയ ആകാംക്ഷയോടുകൂടി ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയം. ഇക്കഴിഞ്ഞ 15-ാം തീയതിയാണ്, ഞായറാഴ്ച വൈകിട്ട് 4:30 സംസ്ഥാനത്ത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. അതിന് പിന്നാലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഡൽഹിയിൽ തുടങ്ങി. ആദ്യ ദിനം തിങ്കളാഴ്ച ചർച്ചകളൊന്നും തന്നെ നടന്നില്ല. അത് സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷനായിട്ടുള്ള മൗസൂൻ മിസ്ത്രിക്ക് സുഖമില്ലാത്ത ഒരു സാഹചര്യം വന്നതോടുകൂടിയാണ്. എന്നാൽ ചൊവ്വാഴ്ച സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടക്കുന്നു. പിന്നീട് ബുധനാഴ്ച ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. പിന്നീട് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയും ഇന്നലെ രാത്രിയോടുകൂടി പുറത്തു വന്നു. ഇന്നലെ പകൽ മുഴുവൻ ദൃശ്യമാധ്യമങ്ങളെല്ലാം തന്നെ ആഘോഷിച്ചത് കോൺഗ്രസിനകത്ത് പൊട്ടിത്തെറി ഉണ്ടാകും, പടലപ്പിണക്കങ്ങൾ ഉണ്ടാകും, കോൺഗ്രസിനെ അത് വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുമെന്നൊക്കെയായിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയമാണ്, സ്ഥാനാർത്ഥിത്വമാണ്. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ MP-യും കോൺഗ്രസിന്റെ സമുന്നത നേതാവുമായിട്ടുള്ള K. സുധാകരൻ, അദ്ദേഹം കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കണമെന്നുള്ളൊരു ആഗ്രഹം നേരത്തെ പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹം സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഹൈക്കമാൻഡിന്റെ തീരുമാനം കേരളത്തിൽ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MP-മാരൊന്നും തന്നെ മത്സരിക്കേണ്ട എന്നതായിരുന്നു. എന്നാൽ മാധ്യമങ്ങൾ ഇന്നലെ രാവിലെ മുതൽ K. സുധാകരൻ സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ലെങ്കിൽ പാർട്ടി വിടും, അദ്ദേഹം പുതിയ പാർട്ടി രൂപീകരിക്കും, അല്ലെങ്കിൽ കണ്ണൂരിൽ സ്വതന്ത്രനായിട്ട് മത്സരിക്കും, ചില മാധ്യമങ്ങൾ അദ്ദേഹം BJP-യിലേക്ക് പോകും, അദ്ദേഹം BJP നേതാക്കളുമായിട്ട് ചർച്ച നടത്തി, അദ്ദേഹം NDA-യുടെ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു, അദ്ദേഹം 15ഓളം മണ്ഡലങ്ങളിൽ കോൺഗ്രസിനെതിരെ വിമത സ്ഥാനാർത്ഥികളെ നിർത്താൻ പോകുന്നു, അദ്ദേഹം പൊട്ടിത്തെറിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ചും കോൺഗ്രസ് വിരുദ്ധ ചില ദൃശ്യമാധ്യമങ്ങൾ അത്തരത്തിൽ നിറം പിടിപ്പിച്ച വാർത്തകൾ ഇന്നലെ പകൽ മുഴുവൻ പടച്ചുവിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. രാവിലെ മാധ്യമങ്ങൾ എഴുതിയത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ K. സുധാകരൻ ഇല്ല, അതുകൊണ്ട് അദ്ദേഹം ഇടഞ്ഞിരിക്കുകയാണ്, അദ്ദേഹം ഹൈക്കമാൻഡിനോട് എതിർപ്പ് രേഖപ്പെടുത്തി, അദ്ദേഹം നേതാക്കളെ വിളിച്ച് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞുകൊണ്ട് പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നു എന്നൊക്കെയാണ് മാധ്യമങ്ങൾ വാർത്ത പടച്ചുവിട്ടത്. തൊട്ടു പിന്നാലെ ഈ വാർത്ത ഏതാണ്ട് 1/4 മണിക്കൂറോളം കത്തിച്ച ശേഷം അതേ മാധ്യമങ്ങൾ തന്നെ ബ്രേക്കിംഗ് അടിക്കുകയാണ്. ഹൈക്കമാൻഡ് K. സുധാകരന്റെ ഈ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങിയിരിക്കുന്നു, K. സുധാകരനെ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാക്കുന്നു, കണ്ണൂരിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി K. സുധാകരനാണ് എന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഈ പറയുന്ന കോൺഗ്രസിന്റെ എതിരായിട്ടുള്ള കോൺഗ്രസ് വിരുദ്ധ ദൃശ്യമാധ്യമങ്ങളൊക്കെ തന്നെ ബ്രേക്ക് അടിക്കുകയാണ് ചെയ്തത്. ഇതേ മാധ്യമങ്ങൾ തന്നെ അത് കുറേ മണിക്കൂർ ചർച്ച ചെയ്ത ശേഷം വൈകിട്ട് 4 മണിയോടുകൂടി വീണ്ടും പറയുന്നു, ഹൈക്കമാൻഡിൻ്റെ ലിസ്റ്റിൽ യാതൊരു മാറ്റവുമില്ല, ഹൈക്കമാൻഡ് ലിസ്റ്റിൽ സുധാകരനെ ഉൾപ്പെടുത്തിയിട്ടില്ല, അങ്ങനെ ഉൾപ്പെടുത്താത്തതിൽ സുധാകരന് അതൃപ്തിയുണ്ട്, അദ്ദേഹം വീണ്ടും ഉറച്ചു നിൽക്കുകയാണ്, അദ്ദേഹം പാർട്ടിയിൽ നിന്നും വിട്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും രാത്രി നീളെ മാധ്യമങ്ങൾ വാർത്തയടിക്കുകയും ഒക്കെ തന്നെ ചെയ്തു. അദ്ദേഹം മാധ്യമങ്ങളെ ഉടൻ കാണും, വാർത്താ സമ്മേളനം വിളിക്കും, അദ്ദേഹം പാർട്ടിയിൽ നിന്നും പുറത്തേക്കുള്ള വഴിയിലാണ്, പാർട്ടി വിടുന്ന തീരുമാനം അദ്ദേഹം പ്രഖ്യാപിക്കുമെന്നൊക്കെയായിരുന്നു പിന്നീട് രാത്രി മൊത്തവുമുള്ള ചർച്ചകൾ. ഏതാണ്ട് 8 മണിയോടുകൂടി അദ്ദേഹം ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്കുള്ള യാത്രയ്ക്കായി വിമാനത്താവളത്തിലേക്ക് വരാൻ ഇറങ്ങിയപ്പോൾ തൻ്റെ ഫ്ളാറ്റിൽ നിന്നും ഇറങ്ങവേ അദ്ദേഹം മാധ്യമങ്ങളെ കാറിലിരുന്നുകൊണ്ട് തന്നെ കണ്ടു. വാർത്താ സമ്മേളനമൊന്നും ആയിരുന്നില്ല. മാധ്യമങ്ങൾ മൈക്കുമായിട്ട് അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ അദ്ദേഹം ബൈറ്റ് കൊടുത്തു. മാധ്യമങ്ങൾക്ക് അറിയേണ്ടിയിരുന്നത് അദ്ദേഹം പാർട്ടി വിടുമോ, അദ്ദേഹം സ്വതന്ത്രനായിട്ട് മത്സരിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചത്. താൻ പാർട്ടി വിട്ടിട്ട് എവിടെ പോകാനാണ് എന്നാണ് അദ്ദേഹം തിരിച്ചു ചോദിച്ചത്. സ്വതന്ത്രനായിട്ടൊന്നും മത്സരിക്കാൻ താനില്ല, അത്തരമൊരു തീരുമാനവും എടുത്തിട്ടില്ല. പാർട്ടി പറയുകയാണെങ്കിൽ, പാർട്ടിയുടെ അനുമതി കിട്ടുകയാണെങ്കിൽ പാർട്ടിയുടെ സമ്മതത്തോടു കൂടി താൻ മത്സരിക്കും, അല്ലാതെ ഒരു മത്സരത്തിനും താനില്ല. ഈ പാർട്ടിയാണ് വലുത്, താൻ വളരെ ചെറിയൊരു വ്യക്തിയാണ്, പാർട്ടിയെ വെല്ലുവിളിക്കാനോ പാർട്ടിക്കെതിരെ പ്രവർത്തിക്കാനോ തന്നെ കിട്ടില്ല, പാർട്ടിക്ക് വിധേയനായിട്ട് എല്ലാ കാലത്തും താൻ പ്രവർത്തിക്കും. ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള മാധ്യമപ്രവർത്തനത്തിന് അദ്ദേഹം പാർട്ടിയെ കൂടുതൽ ശക്തമായിട്ട് കെട്ടിപ്പടുത്തുകൊണ്ട് പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹം പറയുന്നു. ഒരു മണ്ഡലത്തിനും താൻ സ്ഥാനാർത്ഥിയെ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല, അത്തരത്തിലുള്ള ചിന്തയെ തനിക്കില്ല എന്ന് ഒരു കോൺഗ്രസ്സുകാരനാണ് താൻ, പൂർണ്ണ കോൺഗ്രസ്സുകാരനാണ് താൻ എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കി അദ്ദേഹം മടങ്ങുകയാണ് ചെയ്തത്. അതോടുകൂടി കോൺഗ്രസിലൊരു പൊട്ടിത്തെറി കാത്തിരുന്ന, പൊട്ടിത്തെറി പ്രതീക്ഷിച്ചിരുന്ന ഈ പറയുന്ന കോൺഗ്രസ് വിരുദ്ധ മാധ്യമങ്ങളും ഒപ്പം തന്നെ മറുവശത്ത് CPM BJP രാഷ്ട്രീയ പാർട്ടികളും നിരാശരായി നാണം കെട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. K. സുധാകരൻ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു എന്നുള്ള കാര്യം സത്യമാണ്. 2 ആഴ്ച മുൻപ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കവേ താൻ മത്സരിക്കും, 100% മത്സരിക്കും, വിജയിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ ഹൈക്കമാൻഡിൻ്റെ തീരുമാനം മറ്റൊന്നായിരുന്നു.
നിലവിലെ സാഹചര്യത്തിൽ എംപിമാരൊന്നും നിയമസഭയിലേക്ക് മത്സരിക്കേണ്ട സാഹചര്യമില്ല. അല്ലാതെ തന്നെ കോൺഗ്രസിന് അവിടെ വിജയിക്കാൻ കഴിയും. കോൺഗ്രസ് അത്തരത്തിൽ MLA-മാരായിരിക്കുന്നവരെ പാർലമെന്റിലേക്കും ഒപ്പം തന്നെ എംപിമാരായിരിക്കുന്നവരെ നിയമസഭയിലേക്കൊക്കെ മത്സരിപ്പിക്കുകയും അവിടെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത്തവണ അത്തരമൊരു സാഹചര്യമില്ല. അല്ലാതെ തന്നെ കോൺഗ്രസിന് UDF-ന് അവിടെ കേരളത്തിൽ വിജയിക്കാൻ കഴിയുമെന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തി. അതുകൊണ്ട് അത്തരത്തിൽ കെ സുധാകരൻ മാത്രമല്ല മറ്റ് MPമാരോ ആരും തന്നെ മത്സരിക്കേണ്ട എന്നൊരു തീരുമാനമാണ് എടുത്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കെ സുധാകരനും സീറ്റ് നിഷേധിച്ചത്. കെ സുധാകരന് സീറ്റുണ്ട് അല്ലെങ്കിൽ സീറ്റ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞത് അദ്ദേഹത്തിനില്ല എന്ന് പറഞ്ഞത് അദ്ദേഹം ഇപ്പോൾ പാർട്ടി വിടും, NDA-യിൽ പോകുമെന്നൊക്കെ പ്രചരിപ്പിച്ചത് ഈ മാധ്യമങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ചും ഒരു കൂട്ടം കോൺഗ്രസ് വിരുദ്ധ മാധ്യമങ്ങൾ രാവിലെ മുതൽ 24 മണിക്കൂറും കോൺഗ്രസിനെതിരായിട്ട് പച്ചക്കള്ളം ബ്രേക്കിംഗ് ന്യൂസായിട്ട് അടിച്ചുവിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഇന്നലെ ഈ പറയുന്നത് പോലെ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്ന കെ സുധാകരന് അദ്ദേഹം ഒരു ഘട്ടത്തിൽ അതൃപ്തിയായിട്ട് ഇരുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ നിലവിലെ തലമുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമൊക്കെ ആയിട്ടുള്ള AK ആന്റണി അദ്ദേഹം ഇന്നലെ രാവിലെ 11 മണിയോടുകൂടി മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് താൻ കെ സുധാകരനുമായിട്ട് സംസാരിച്ചപ്പോൾ താൻ പറഞ്ഞത് ഇത്ര മാത്രമാണ്. അദ്ദേഹം പറഞ്ഞത് കണ്ണൂരിൽ CPM-നെതിരെ പോരാടി സ്വന്തം ജീവൻ പോലും കണക്കിലെടുക്കാതെ പോരാടി കോൺഗ്രസിനെ കെട്ടിപ്പടുത്ത നേതാവാണ് കെ സുധാകരൻ. കെ സുധാകരനോട് പറഞ്ഞത് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം എന്താണെങ്കിലും അത് എത്ര പ്രയാസമുണ്ടാക്കുന്നതാണെങ്കിലും അത് കാര്യമാക്കരുത്, പാർട്ടിക്കൊപ്പം തന്നെ നിൽക്കണം, മൂന്നാമതൊരു ഇടതുഭരണം വരാത്ത ഒരു തീരുമാനം ഉണ്ടാകണം, മൂന്നാമതൊരു ഇടതുഭരണം വരുന്നത് അംഗീകരിക്കാൻ പറ്റത്തില്ല, അതിനെതിരായിട്ടുള്ള എല്ലാ നടപടികളും ഉണ്ടാകണം എന്ന് മാത്രമാണ് താൻ പറഞ്ഞത് എന്ന് AK ആന്റണി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ മാധ്യമങ്ങൾ അതിനെയും ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് ചെയ്തത്. AK ആന്റണി ഈ വിഷയത്തിൽ ഇടപെട്ടു. ക്രൈസിസ് മാനേജർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പുകഴ്ത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അദ്ദേഹം ഹൈക്കമാൻഡുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം കെ സുധാകരനെ പിടിച്ചു നിർത്തണമെന്ന് പറഞ്ഞു. കെ സുധാകരന് സീറ്റ് കൊടുക്കണമെന്ന് ഹൈക്കമാൻഡിനെ നിർബന്ധിച്ചു. കെ സുധാകരനോട് സംസാരിച്ചു. അങ്ങനെ അദ്ദേഹം കെ സുധാകരന് സീറ്റ് ഒപ്പിച്ചു കൊടുത്തു, പ്രശ്നം പരിഹരിച്ചു എന്നൊക്കെ മാധ്യമങ്ങളുടെ പകൽ മുഴുവൻ വാർത്തയടിക്കുകയായിരുന്നു. അത്തരത്തിൽ AK ആന്റണി ഏതെങ്കിലും തരത്തിൽ ഹൈക്കമാൻഡുമായി വിളിച്ചിട്ട് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കണമെന്നോ ഒന്നും പറഞ്ഞില്ല. അത്തരത്തിലുള്ള യാതൊരു ആവശ്യം AK ആന്റണി ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ചില്ല. അതേസമയം അദ്ദേഹം കെ സുധാകരനുമായിട്ട് വിളിച്ച അദ്ദേഹത്തിനുള്ള പരിഭവം ഈ സീറ്റ് ലഭിക്കില്ല എന്നുള്ള കാര്യം ഹൈക്കമാൻഡ് തീരുമാനം അദ്ദേഹത്തെ അറിയിക്കുകയാണ് ചെയ്തത്. പാർട്ടിക്കൊപ്പം നിൽക്കണം, എത്ര വിഷമമുണ്ടെങ്കിലും മറിച്ചൊരു തീരുമാനം ഉണ്ടാകരുത് എന്ന ഒരു ഉപദേശമാണ് അദ്ദേഹത്തിന് കൊടുത്തത്. ആ ഉപദേശം കെ സുധാകരൻ ശിരസാ വഹിക്കുന്ന കാഴ്ചയാണ് നമുക്ക് രാത്രിയിൽ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലൂടെ കാണാൻ കഴിഞ്ഞത്. അദ്ദേഹം സീറ്റ് മോഹിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു എന്നുള്ള കാര്യം തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷേ അദ്ദേഹം പാർട്ടിക്ക് വിധേയനായിട്ട് നിൽക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളൊന്നും തന്നെ തന്റെ ഭാഗത്തുണ്ടാകില്ല എന്ന് പറഞ്ഞു. ഒപ്പം തന്നെ രാത്രിയിൽ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെയും കെ സുധാകരനെ വിളിച്ചുകൊണ്ട് ഹൈക്കമാൻഡിന്റെ തീരുമാനം ഇതാണ്, MPമാരൊന്നും മത്സരിക്കേണ്ട എന്നുള്ള പാർട്ടി തീരുമാനം അദ്ദേഹത്തെ അറിയിച്ചു. അതും അദ്ദേഹം പൂർണ്ണമായിട്ടും ശിരസാ വഹിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും കോൺഗ്രസിനകത്ത് ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിച്ചിരുന്ന CPM-നും BJP-ക്കും ഒപ്പം തന്നെ കോൺഗ്രസ് വിരുദ്ധ മാധ്യമങ്ങൾക്കും ശരിക്കും നിരാശരാകേണ്ടി വന്നു എന്നതാണ് ഇന്നലത്തെ ഒരു ദിവസത്തെ നമ്മൾ കണ്ട കാഴ്ച. CPM-നെ സംബന്ധിച്ച് അവർ കണ്ണൂരില് അവരുടെ പാർട്ടി കേന്ദ്രങ്ങളായിട്ടുള്ള പയ്യന്നൂരിലും തളിപ്പറമ്പിലും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ പടലപ്പിണക്കങ്ങൾ ഉണ്ടായി, പൊട്ടിത്തെറി ഉണ്ടായി, നാണം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം തന്നെ രംഗത്ത് വന്ന് അദ്ദേഹമോട് സ്വതന്ത്രനായിട്ട് മത്സരിക്കുകയാണ് TK ഗോവിന്ദൻ. പയ്യന്നൂരിൽ അവിടെ പാർട്ടിക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുൻ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള V കുഞ്ഞികൃഷ്ണൻ അവിടെ സ്വതന്ത്രമായിട്ട് മത്സരിക്കുകയാണ്. അത്തരത്തിൽ CPM തങ്ങളുടെ പൊന്നാപുരം കോട്ടയെന്ന് വിശേഷിപ്പിക്കുന്ന കണ്ണൂരിൽ അടി പതറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസിലും സമാനമായ രീതിയിൽ കണ്ണൂരിൽ എന്തെങ്കിലുമൊക്കെ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് ഇങ്ങനെ കാത്തു നിന്നത്. എന്നാൽ അവർക്ക് നിരാശരാകേണ്ടി വന്നു. മറുവശത്ത് BJP-യും സമാനമായ രീതിയിൽ കോൺഗ്രസിൽ നിന്നും കെ സുധാകരൻ പുറത്തു വരികയാണെങ്കിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തെ BJP-യിലേക്ക് എടുക്കാം, അംഗത്വം കൊടുത്തുകൊണ്ട് തങ്ങളുടെ നേതാവാക്കി മാറ്റി അവിടെ സ്ഥാനാർത്ഥിയാക്കാം, മത്സരിപ്പിച്ച് വിജയിപ്പിക്കാം എന്നൊക്കെയുള്ള വലിയ വ്യാമോഹം BJP-ക്കും ഉണ്ടായിരുന്നു. എന്നാൽ ഈ വ്യാമോഹങ്ങളൊക്കെ തന്നെ പാഴായി പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കോൺഗ്രസിന്റെ കരുത്തനായ നേതാവായിട്ട് കെ സുധാകരൻ വീണ്ടും തുടരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഇന്ന് പുലർച്ചയോടുകൂടി അദ്ദേഹം കണ്ണൂരിലെത്തി. കണ്ണൂരിലെ സ്ഥാനാർത്ഥി ഇന്ന് രാവിലെ അദ്ദേഹത്തെ വീട്ടിലെത്തി കണ്ടു. അദ്ദേഹത്തെ ഷോളണിയിച്ച് സ്വീകരിച്ച കെ സുധാകരൻ വരും ദിനങ്ങളിൽ കോൺഗ്രസിൻ്റെ കണ്ണൂരിലെ എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസിൻ്റെ UDF-ന്റെ സ്ഥാനാർത്ഥികൾക്കായിട്ട് പ്രചരണത്തിന് ഇറങ്ങാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. എന്തായാലും മാധ്യമങ്ങളും ഒരു വിഭാഗം മാധ്യമങ്ങളും CPM-ഉം BJP-യും കെ സുധാകരൻ്റെ പേരിൽ
അടുപ്പത്ത് വെച്ചിരുന്ന വെള്ളം തൽക്കാലം വാങ്ങി വെച്ച് നാണം കെട്ട് പിരിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.